തിരുവനന്തപുരം പ്രസ് ക്ലബിലെ TNG ഹാളിൽ ഡോക്ടർ മാളവിക ആർജെ എഴുതിയ എ ഡേ ഓഫ് ഓൾഡ് ഓസ് ആൻഡ് വൈസസ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ IAS നിർവഹിച്ചു. കോവിഡ് കാലത്ത് തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിലെ രോഗികൾക്ക് ആലംബമായിരുന്ന ഡോക്ടർ മാളവിക കുട്ടിക്കാലം മുതൽ ഇംഗ്ലീഷിൽ കവിത എഴുതുമായിരുന്നു. അവർ എഴുതിയ 26 കവിതകളുടെ സമാഹാരമായ എ ഡേ ഓൾഡ് ഓസ് ആൻഡ് വൈസസ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം മുൻ ചീഫ് സെക്രട്ടറിയും കവിയും ഗാനരചയിതാവുമായ കെ ജയകുമാർ IAS ഗ്രന്ഥകാരിക്കും കാര്യവട്ടം ശ്രീകണ്ഠൻ നായർക്കും നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു. ഈ കവിതയിലൂടെ അനാവൃതമാകുന്ന ഹൃദയവും മാളവിക എന്ന് പറയുന്ന വ്യക്തിയും തമ്മിലുള്ള ഒരു പൊരുത്തം, ഷീ ഹാസ് പോർട്രേറ്റ്, ഇത് തന്നെയാണ്. ഇതിൽ നിന്ന് വിഭിന്നമായ ഒരു ഹൃദയമില്ല എന്ന് പറഞ്ഞാൽ കവിതയ്ക്ക് വേണ്ടി ഒരു മുഖം, കവിത ഇല്ലാത്തപ്പോൾ വേറൊരു മുഖം മാളവികയ്ക്കില്ല. ആ ഇൻറ്റൻസിറ്റിയാണ് മാളവികയുടെ കവിതയുടെ പ്രത്യേകത. ആ ഇൻറ്റൻസിറ്റി പലതരത്തിലുണ്ട് കേട്ടോ. ഈ വികാരം സഹിക്കാൻ വയ്യാതെ എഴുതുന്നവരുണ്ട്. അതൊന്നും ഉത്തമമായ സാഹിത്യമല്ല. ഒരുപാട് വികാരം എഴുതി വെച്ചു എന്നുള്ളത് കൊണ്ട് അത് സാഹിത്യമല്ല. ആ വികാരങ്ങളെ, നമ്മുടെ ഭാവങ്ങളെ, നമ്മുടെ അനുഭവങ്ങളെ അതിന് കവിതയിൽ അർഹമായിട്ടുള്ള ഈക്വലൻസ്, ഇമേജ് ഈക്വലൻസിലൂടെ വാക്കുകളുടെ ഈക്വലൻസിലേക്ക് കൊണ്ടുവരണം. ഒരു പരിഭാഷയാണ് കവിത, തന്നെ ഒരു പരിഭാഷയാണ്. നമ്മളുടെ അനുഭവങ്ങളെ വാക്കിലേക്ക്, ബിംബങ്ങളിലേക്ക്, ആ ബിംബങ്ങളുടെ ചേർച്ചയിലേക്ക് ഒക്കെ പരിഭാഷപ്പെടുത്തി എടുക്കുന്ന വൈഭവമാണ് ഒരു കവിയുടെ വൈഭവം. മാളവികയ്ക്ക് അത് സ്വാഭാവികമായി വഴങ്ങും എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ അനുഭവിച്ചത് ഇങ്ങനെയാണ്, അയ്യോ പിന്നെ എനിക്ക് വലിയ സങ്കടമുണ്ടെന്നൊന്നും അല്ല പറയുന്നത്. അതിന് കറക്റ്റായിട്ടുള്ള വളരെ ബ്രെവിറ്റിയോടുകൂടി നിങ്ങൾ വേണമെങ്കിൽ ഈ വരികൾക്കിടയിൽ കയറിപ്പോയി വേണമെങ്കിൽ വായിച്ചോ, ഇല്ലെങ്കിൽ വായിക്കേണ്ട, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന ഒരു കുസൃതി ഈ കുഞ്ഞിനുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. അനുവാചകന്റെ ഭാവനകൾക്ക് അനുകൂലമായ അർത്ഥതലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരുപിടി കവിതകൾ എഴുതിയ ഡോക്ടർ മാളവിക ആർജെ ഹൃദയംഗമായ ഭാഷയിലാണ് പ്രകാശനത്തിന് നന്ദി പറഞ്ഞത്. The unconditional love emanating through what I've written is the love of my parents. The most unfettered of love I've known from them. The reason I stand here and speak is the strength of that love. From them, I've learned to let go. I've learned to fight for what I want. I've learned to win and to lose gracefully. But most of all, I've learned to love. And all that from the incessant source of love and support, the support of my family. Do not judge a book by its cover. But today, I beg you to judge my book by its cover, because the cover is equally exquisite as its contents. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നടന്ന പുസ്തക പ്രകാശന വേളയിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ് IAS, പ്രസ് ക്ലബ്ബ് സെക്രട്ടറി KN സാനു, കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, പ്രൊഫസർ TK ഗിരിജ എന്നിവർ പുസ്തകത്തിനും ആശംസകൾ അർപ്പിച്ചു.